ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ തുടക്കം, ഒരു പ്രണയത്തിൻ്റെ തണുപ്പ്, ഒരു ബന്ധം തീർത്ത് കളിക്കുന്ന ബിട്രായൽ സിൽസില സീരിയലിൻ്റെ പുതിയ പാട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അപ്ലോഡ് ചെയ്ത കഴിഞ്ഞ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ? അത് കണ്ടിട്ടില്ലാത്തവർ നേരെ പോയി കണ്ടിട്ട് വരിക. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ പിൻ ചെയ്ത് കൊടുക്കാവേ. എന്നാൽ നമുക്ക് പുതിയ പാട്ടിലേക്ക് പോയാലോ? അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടനും കൂടെ അനേബിൾ ചെയ്ത് കൊടുക്കണേ. സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ നന്ദിനിയാണ് കാണിക്കുന്നത്. അവൾ ഉറങ്ങുവാണ്. ഇത്ര നാൾ ആ രാജ്ദീപ് അവളെ കഷ്ടപ്പെടുത്തിയതൊക്കെ അവളെ സ്വപ്നത്തിൽ വരുന്നു. അത് കണ്ട് ഞെട്ടി എണീക്കുന്നു. അടുത്ത ആ രാജദീപിനെയാണ് കാണിക്കുന്നത്. അവനും നല്ല ഉറക്കമാണ്. ഉടനെ എണീറ്റ് നന്ദിനി നന്ദിനി ഉടനെ തന്നെ എനിക്ക് ബെഡ് കോഫി എടുത്തിട്ട് വാ വേഗം എന്നും പറഞ്ഞ് വിളിച്ചു കൂന്നു. അതിനുശേഷമാണ് അവൻ ഉണർവ് വരുന്നത്. നന്ദിനി ഈ വീട്ടിലില്ലല്ലോ, അവൾ ആ മൗലിയുടെ കൂടെയല്ലേ. അവൾക്ക് എന്ത് ധൈര്യം വേണം ഇനിയും ഇവിടെ വരാതെ ഇരിക്കാൻ എന്നും പറഞ്ഞ് ഫോൺ എടുത്ത് നന്ദിനിയെ വിളിക്കുന്നു. കോൾ കണ്ടതും നന്ദിനിക്ക് നല്ല ടെൻഷനാണ്. അങ്ങനെ അവൾ പേടിച്ചിട്ട് ആ കോൾ അറ്റൻഡ് ചെയ്യുന്നു. ഹലോ, എന്താടി നിനക്ക് ഇത്രയും അഹങ്കാരമോ? ഇന്നലെ അവളെ കൂടെ പോയി ഇന്നെങ്കിലും ഇങ്ങ് വരുമെന്ന് കരുതിയപ്പോൾ ഇന്നും വന്നിട്ടില്ല. എന്ത് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്? നിനക്ക് എവിടെ നിന്ന് വന്നു ഇത്രയും ധൈര്യം? ആ മൗലിയുടെ നിഴലിൽ തന്നെയല്ലോ നീ ഇരുന്ന് ആടുന്നേ. ഇങ്ങ് നോക്ക്, നീ ഇന്ന് 10 മണിക്കുള്ളിൽ ഇവിടെ എത്തിയില്ലേ ഞാൻ അങ്ങ് വരും. ആ ഗുണാലിനെയും നന്ദിനെയും കൊന്നു കളഞ്ഞിട്ട് ഒരു തെളിവുമില്ലാതെ ഞാൻ തട്ടിക്കളയും എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് കോൾ വയ്ക്കുന്നു. എന്നാൽ നന്ദിനിക്കിത് കേട്ടതും ഭയമാവുന്നു. ഇനി എങ്ങാനും അവനിങ്ങ് വരുമോ എന്ന് വിചാരിച്ചിട്ടാവും. അപ്പം മൗലി വരുന്നു. എന്ത് പറ്റി നന്ദിനി ഒരുമാതിരി ഇരിക്കണേ? ആ രാജദീപിനെ നിന്നെ വിളിച്ചിരുന്നോ? ഇല്ല ഇല്ല. ഇങ്ങ് നോക്ക് നന്ദിനി, നിന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുന്നു. നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ, അവൻ നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നീ ഇവിടെ സേഫാണ്. നീ വാ, നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം എന്നും പറഞ്ഞ് അവൾ ഫുഡ് കഴിക്കാൻ കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ ഡൈനിങ് ടേബിളിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നു. അപ്പോൾ ആ രാജദീപ് വീണ്ടും ഫോൺ ചെയ്യുന്നു. വീട്ടിലെ ജോലിക്കാരി ഫോൺ എടുത്ത് നന്ദിനിക്ക് കൊടുക്കുന്നു. എന്താ ഇത്, ഇവൻ വിളിച്ചിട്ടേ ഇരിക്കുന്നു, ഞാനിനി എന്ത് ചെയ്യും എന്നും പറഞ്ഞ് ഭയപ്പെട്ടിട്ടേ ഇരിക്കുന്നു. അവളില്ലേ വേണ്ട, ഞാൻ തന്നെ അടുക്കളയിൽ കയറാം എന്നും പറഞ്ഞ് കോഫി ഇടാൻ പോകുന്നു അവൻ. ഒരു കോഫി പോലും ഉണ്ടാക്കാൻ അറിയില്ല. അടുക്കളയിൽ കയറി ഓരോ അബദ്ധങ്ങൾ ചെയ്തു വയ്ക്കുന്നു. ഇതുകൊണ്ട് തന്നെ അവൻ്റെ ദേഷ്യം വീണ്ടും കൂടുന്നു. അങ്ങനെ കാറിൻ്റെ കീ എടുത്ത് നന്ദിനിയെ കാണാൻ പോകുന്നു. അവിടെ നന്ദിനി ഫുഡ് കഴിക്കാതെ സമയം നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. മണി 10 ആവാൻ പോകുന്നു. അവനിനി വരുമോ ഇവിടെ എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുന്നു. അപ്പോൾ തന്നെ കോളിംഗ് ബെൽ സൗണ്ട് കേൾക്കുന്നു. ഇത് കേട്ടതും നന്ദിനി പേടിച്ച് വിറയ്ക്കുന്നു. എന്നാൽ അവിടെ വന്നത് രാജദീപ് അല്ല, പകരം വാച്ച്മാനാണ്. കാറിൻ്റെ കണ്ണാടിയൊക്കെ പൊട്ടിപ്പോയി. നിങ്ങൾ വേഗം വന്ന് നോക്കൂ. എന്തോന്ന് പറയണേ നിങ്ങൾ എന്നും പറഞ്ഞ് ഗുണാൽ വിൻഡോയിൽ കൂടെ നോക്കുന്നു. ശരിയാണ്, കാറിൻ്റെ കണ്ണാടിയൊക്കെ പൊട്ടിപ്പോയിരിക്കുന്നു. എന്താ ഇത്, ഒരു ദുശകുനമല്ലേ? ഈ പെണ്ണ് വന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്നൊക്കെ വായിൽ തോന്നിയതൊക്കെ പറയുവാണ് മുത്തശ്ശി. എന്താ മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറയുന്നേ? അവൾക്ക് സങ്കടമാവില്ലേ മുത്തശ്ശി എന്നും മൗലിയും പറയുന്നു. നീ പോ ഉള്ളിൽ, ഞാൻ അങ്ങ് വരാം എന്നും പറഞ്ഞ് നന്ദിനിയെ അകത്തോട്ട് വിടുന്നു മൗലി. എന്നിട്ട് മൗലി ഹോസ്പിറ്റലിൽ പോവാൻ റെഡിയാവുന്നു. അവിടെ ഗുണാലും വരുന്നു. എന്താ ഗുണാൽ, ആരാ ഇങ്ങനെയൊക്കെ ചെയ്തേ? അറിയില്ല മൗലി, ഞാനതൊക്കെ ശരിയായി. ഇന്ന് ഞാൻ എൻ്റെ വൈഫിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമുക്കൊന്ന് പുറത്തു പോയി കറങ്ങിയാലോ? നീ ഇന്ന് എനിക്കിഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി തരണം കേട്ടോ. നിൻ്റെ ഫുഡിന് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ് മോളെ എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഇടയിൽ ഒരു കുട്ടി റൊമാൻസാണ് കാണിക്കുന്നത്. ഇവിടെ അമ്മായിയമ്മ ജോലിക്കാരിയെ വഴക്ക് പറയുന്നു. നിനക്കൊരു ജോലിയും ചെയ്യാൻ അറിയില്ല. ഉടനെ നന്ദിനി ഈ സൗണ്ട് കേട്ടിട്ട്, ആൻറ്റി എനിക്ക് നന്നായിട്ട് പാചകം ചെയ്യാൻ അറിയാം, ഞാൻ ആൻറ്റിയെ ഹെൽപ്പ് ചെയ്യാം എന്നും പറഞ്ഞ് അവരെ പോയി ഹെൽപ്പ് ചെയ്യുന്നു. ഇത് കണ്ട അമ്മായിയമ്മയ്ക്ക് നല്ല ഹാപ്പി ആവുന്നു. ഈ പെണ്ണ് നല്ല കുട്ടിയാണല്ലോ എന്നോർത്ത്. ഇതൊക്കെ കണ്ട് മൗലി വരുന്നു. എൻ്റെ ഷെഫ് നന്ദിനി ഇവിടെ എന്താ ചെയ്യുന്നേ? ഫുഡ് ഉണ്ടാക്കുവാണോ? അയ്യോ, എൻ്റെ നന്ദിനിയുടെ ഫുഡ് സൂപ്പറായിരിക്കും ആൻറ്റി എന്നൊക്കെ പറയുന്നു. ആ സമയമാണ് നന്ദിനി മൗലിയുടെ കൈ ശ്രദ്ധിക്കുന്നത്.
മൗലി വളയൊന്നും ഇട്ടിട്ടില്ല. ഉടനെ മൗലി നീ ഒന്ന് വാ എന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്താ മൗലി ഇത്? നീ കല്യാണം കഴിഞ്ഞ കുട്ടിയല്ലേ, വളയൊക്കെ ഇടുന്നതല്ലേ അതിൻ്റെ ഒരു ഐശ്വര്യം. ഇതാ ഈ വളയിട് എന്ന് പറഞ്ഞ് അവളെ കയ്യിൽ കിടക്കുന്ന വള ഉരി മൗലിക്ക് കൊടുക്കുന്നു. വേണ്ട നന്ദിനി, എനിക്കിതൊക്കെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് തടുക്കാൻ നോക്കുന്നു. ഇല്ല, എനിക്ക് വേണ്ടി നീ ഇടണം എന്നും പറഞ്ഞ് കൊടുക്കുന്നു. ഇത് നീ ഇട്ടാ നീ എപ്പോഴും എൻ്റെ കൂടെ ഇരിക്കുന്നത് പോലെ എനിക്ക് തോന്നും എന്നും പറഞ്ഞ് മൗലിയുടെ കൈ പിടിച്ച് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നു. ഇതൊക്കെ ദൂരത്ത് നിന്ന് മുത്തശ്ശിയും കാണുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ മുത്തശ്ശിക്കും നന്ദിനിയെ ഇഷ്ടമാവുന്നുണ്ട്. അടുത്ത സീനിൽ നന്ദിനി ഫോൺ നോക്കുകയാണ്. വാട്സപ്പിൽ ആ രാജ്ദീപ് ഒരു ഫോട്ടോ അയച്ചിരിക്കുന്നു. അത് ഓപ്പണാക്കി നോക്കിയപ്പോൾ നന്ദിനിക്ക് നല്ല ഷോക്ക്. അത് ഗുണാലിൻ്റെ കാർ ആരോ അടിച്ചു പൊട്ടിച്ചിരുന്നല്ലോ, അത് അവനാണ്. അത് അടിച്ചു പൊട്ടിച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് സെൽഫി എടുത്ത് അയച്ചു കൊടുത്തിരിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് നന്ദിനിക്ക് നല്ല സങ്കടമാവുന്നു. ഇവൻ എന്തിനിങ്ങനെയൊക്കെ ദ്രോഹിക്കണേ എന്നോർത്ത്. അപ്പോൾ തന്നെ ആ രാജദീപും കോൾ ചെയ്യുന്നു. ഉടനെ അവൾ പേടിച്ചിട്ട് കോൾ അറ്റൻഡ് ചെയ്യുന്നു. എന്ത് പറ്റി മോളെ, കൊള്ളായിരുന്നോ? ആ ഫോട്ടോ എങ്ങനെയുണ്ട്? കൊള്ളായിരിക്കും, കാരണം ഞാനല്ലേ ആ കാറ് പൊട്ടിച്ചത്. നീ ഇതൊട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല എന്ന് എനിക്കറിയാം. അതേടി, ഞാൻ തന്നെ അത് അടിച്ചു പൊട്ടിച്ചത്. ഇത് വെറും ട്രെയിലർ, മെയിൻ പിക്ചറിന് നിറയെ ഉണ്ട്. നീ അതൊക്കെ കാണാനല്ലേ പോകുന്നേ. നീ അവിടെ താമസിക്കുന്നത് വരെ ഗുണാലിനും മൗലിക്കും സമാധാനത്തോടെ ജീവിക്കാനേ പറ്റില്ല. എത്രയും പെട്ടെന്ന് എൻ്റെ അടുത്ത് വരുന്നോ അത്രയും നിനക്ക് നല്ലത്. അല്ലേ നാളെ വേറൊരു പ്ലാനിട്ട് തുടർച്ചയായിട്ട് അവർക്ക് ഓരോ പ്രശ്നങ്ങൾ ഞാൻ കൊടുത്തിട്ടേയിരിക്കും എന്ന് ഭീഷണിപ്പെടുത്തുന്നു. അവളുടനെ പേടിച്ചിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു. അവൻ വീണ്ടും തുടരെ വിളിച്ചിട്ടിരിക്കുന്നു. അവളുടനെ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് പോകുന്നു. എന്നിട്ട് മുത്തശ്ശിക്ക് കോഫി കൊടുക്കാൻ പോകുന്നു. കൊള്ളാം മോളെ, നീ ഇവിടെ ഇരിക്ക്, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എനിക്കറിയാം നിൻ്റെ ഹസ്ബൻഡ് നിന്നെ നല്ല ദ്രോഹിച്ചിട്ടുണ്ടെന്നൊക്കെ. മൗലി എന്നോട് എല്ലാ കാര്യവും പറഞ്ഞു. എന്നാലും ഭർത്താവ് എത്ര കഷ്ടപ്പെടുത്തിയാലും അവനാണ് നിൻ്റെ ജീവിതം, അവനാണ് നിൻ്റെ ദൈവം. ഭർത്താവാണ് കൺകണ്ട ദൈവം എന്നൊക്കെ നീ കേട്ടിട്ടില്ലേ? ആണുങ്ങളെല്ലാവരും കുറച്ച് എടുത്ത ചാട്ടക്കാർ തന്നെയാണ് മോളെ. നീയാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോവേണ്ടത്, മനസ്സിലായോ? മൗലി പിന്നെ നിൻ്റെ എത്ര ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം, എന്നാലും അവളെ വീട്ടിൽ വന്ന് താമസിച്ചാൽ അവൾക്കും അതൊരു ബുദ്ധിമുട്ടല്ലേ മോളെ. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. നീ നല്ല ബുദ്ധിയുള്ള കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി അവൾ ഉപദേശിക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് നന്ദിനിക്ക് ഒരുമാതിരിയാവുന്നു. അവൾ ശരിയെന്ന് പറഞ്ഞ് ആ റൂമിൽ നിന്നും പോകുന്നു. എന്നിട്ട് അവളുടെ റൂമിൽ പോയി ഇനി എന്ത് ചെയ്യാം എന്നാലോചിച്ചിട്ടേ ഇരിക്കുന്നു. അപ്പോഴാണ് മൗലി അവിടെ വരുന്നത്. മൗലി വന്ന് ജോളിയായിട്ട് അതാണ് ഇതാണ് എന്നൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ ഗുണാൽ അവിടെ വരുന്നു. ഗുണാൽ വന്ന് നന്ദിനിയുടെ അടുത്തിരിക്കുന്നു. നന്ദിനി, എനിക്ക് നൂഡിൽസ് വളരെ ഇഷ്ടമാണ്, എനിക്ക് നൂഡിൽസ് ഉണ്ടാക്കി തരുമോ? ഈ മൗലിയുടെ അടുത്ത് ചോദിച്ചാൽ അവൾ ഉണ്ടാക്കി തരില്ല. അത് മാത്രമോ, അവൾക്ക് നിൻ്റെ അത്ര പാചകവും അറിയില്ല എന്നും പറഞ്ഞ് മൗലിയെ കളിയാക്കുന്നു. ഡേയ്, നീ എന്ത് പറഞ്ഞ്? എനിക്ക് പാചകം അറിയില്ലെന്നാ? നിന്നെ ഉണ്ടല്ലോ ഞാനങ്ങ് വന്ന എന്നും പറഞ്ഞ് അവനെ ഓടിച്ചിട്ട് അടിക്കാൻ പോകുന്നു. ഇതൊക്കെ നന്ദിനി നോക്കിയിട്ടിരിക്കുന്നു. എന്ത് നല്ല ഹസ്ബൻഡ് എൻ്റെ വൈഫ്. മൗലി എന്ത് ഭാഗ്യവതിയല്ലേ, അവളെ മനസ്സിലാക്കുന്ന ഒരു ഹസ്ബൻഡിനെ കിട്ടി, നല്ല ഫാമിലി കിട്ടി. എനിക്കും ഇതുപോലൊരു ഹസ്ബൻഡിനെ കിട്ടിയിരുന്നെങ്കിൽ ഞാനും എൻ്റെ ലൈഫിൽ ഹാപ്പിയായി ഇരിക്കുമായിരുന്നു അല്ലേ എന്ന് സങ്കടത്തോടെ അവരെ നോക്കിയിട്ടേ ഇരിക്കുന്നു. എന്നിട്ട് നൈറ്റ് ആവുന്നു. എല്ലാവരും സുഖം ഉറക്കം. അപ്പോൾ പുറത്തൊരു സൗണ്ട്. എടി നന്ദിനി, കതക് തുറക്ക് ഡി എന്ന് കതക് തട്ടുന്നു. എല്ലാവരും ആരാ ഈ രാത്രിയിൽ എന്നും പറഞ്ഞ് കതക് തുറന്ന് നോക്കുമ്പോൾ ആ രാജ്ദീപ് കുടിച്ചിട്ട് വന്നിരിക്കുന്നു. ഉടനെ മൗലി, നീ ആരാടാ ഇവിടെ വരാൻ? മര്യാദയ്ക്ക് പുറത്തു പോ. നീ ആരാടി എന്നോട് സംസാരിക്കാൻ? ഞാൻ എൻ്റെ നന്ദിനിയെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. വാ നന്ദിനി. നന്ദിനി എവിടെ? നന്ദിനി, നന്ദിനി എന്നും പറഞ്ഞ് നന്ദിനിയെ വിളിക്കുകയാണ് രാജ്ദീപ്. അപ്പോൾ പേടിച്ചിട്ട് നിൽക്കുന്ന നന്ദിനിയെ കാണുന്നു. അവളെ കയ്യിൽ പിടിക്കാൻ പോകുന്നു. പേടിച്ചിട്ട് നന്ദിനി മൗലിയുടെ സൈഡിൽ പോയി വിളിക്കുന്നു. ഉടനെ അവളെ കയ്യിൽ പിടിച്ച് വലിക്കാൻ നോക്കുന്നു. അവിടെ ഒരു വലിയ വഴക്ക് നടക്കുന്നു. ഇതോടെ നമുക്ക് ഈ പാർട്ട് അവസാനിപ്പിക്കാം. രാജ്ദീപ് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി തന്നെ അടുത്ത് വരുന്നുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ പാർട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉടനെ തന്നെ ഞാൻ അടുത്ത പാർട്ടുമായിട്ട് വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണേ. എങ്കിലല്ലേ എൻ്റെ തെറ്റൊക്കെ തിരുത്താൻ പറ്റൂ.
ബായ്.